തരിശ് GLP സ്കൂളിന് പുതുതായി അനുവദിച്ച സ്കൂൾ ബസ് മന്ത്രി AP അനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രിയങ്ക ഗാന്ധി MP അനുവദിച്ച 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്കൂൾ ബസ് യാഥാർത്ഥ്യമാക്കിയത്. സ്കൂളിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ റവന്യൂ മന്ത്രി AP അനിൽകുമാറാണ് ബസ് വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചത്. ബസ് ഫ്ളാഗ് ഓഫ് ചടങ്ങിനോടൊപ്പം ഈ വർഷത്തെ LSS പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച 40 വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ വെച്ച് സ്നേഹാദരവ് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N ഉണ്ണീൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ആനി ഡേവിഡ്, സ്ഥിരം സമിതി അധ്യക്ഷൻ നൌഷാദലി കുരിക്കൽ, വാർഡംഗം AK ഹംസക്കുട്ടി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. PTA പ്രസിഡന്റ് V നൌഷാദ്, SMC ചെയർമാൻ റിയാസ് കൈപ്പുള്ളി, പ്രധാനാധ്യാപകൻ അബ്ദുൾ റസാഖ്, V ആബിദലി, V സതീഷ് കുമാർ, P അഷ്റഫ്, TP ഷൈജു, ഇർഫാന, ജുമൈല, സുനീർ ബാബു, മൈമൂന, M മാനസ, ഹഫ്സത്ത്, ലുബൈന, സമീർ പൂവിൽ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ വലിയൊരു ജനസഞ്ചയം തന്നെ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. LP സ്കൂൾ തരിശ് സ്കൂളാണ് എന്ന് പറയുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതിനുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെയൊക്കെ ഭാഗത്തും ഉണ്ടാവും. ഞാൻ MLA ഫണ്ട് ഉപയോഗിച്ച് വാഹനം വാങ്ങിക്കുന്ന കാര്യം നേരത്തെ ആലോചിച്ചതാണ്. പക്ഷേ MLA ഫണ്ട് ഉപയോഗിച്ചപ്പോൾ വാഹനങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യമുണ്ട്. ആ സാഹചര്യം നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീമതി പ്രിയങ്ക ഗാന്ധിയോട് സൂചിപ്പിച്ചപ്പോൾ, നമ്മുടെ തരിശ് സ്കൂളിന്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ യാതൊരു പ്രയാസവും കൂടാതെ ഈ വാഹനം വാങ്ങുന്നതിന് വേണ്ടിയുള്ള പണം MP ഫണ്ടിൽ നിന്ന് അവര് അനുവദിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യത്തിലാണെങ്കിലും നമ്മളിവിടെ ഈ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു കഴിഞ്ഞു. അവരോട് പ്രത്യേകം നന്ദി പറയുവാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു.